അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലമ്മ അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നെക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചിക്കല്ലേ. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് ഒരു നേന്ത്രപ്പഴം, അതേപോലെ തന്നെ അരക്കപ്പ് അരിപ്പൊടിയുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം വലുതാണെങ്കിൽ നമുക്ക് ഈ ഒരു അരിപ്പൊടി കറക്റ്റായിരിക്കും. ഇത് ചെറിയൊരു വാഴപ്പഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരളവിൽ പൊടിക്ക് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പഴം നമ്മൾ 4 പൊളിയാക്കിയിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് കനത്തിലാണ് ചെയ്തെടുക്കണത് കേട്ടോ. ഒരുപാട് ഇതാക്കിയിട്ടല്ല ചെയ്തെടുക്കണത്. കണ്ടോ, ഈ ഒരു കനത്തിലാണ് നമ്മളിത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. നെയ്യ് പറ്റാത്തവരാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. ഒരു 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ വരെയൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. നെയ്യാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരൊറ്റ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പഴം നമുക്ക് നല്ല പോലെ ഉടഞ്ഞ് കിട്ടണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എത്ര പഴുത്ത പഴമാണെങ്കിലും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പഴുത്ത് കറുത്ത് പോണ പഴമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെറിയൊരു ഇതായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നല്ല കട്ടിക്കുള്ള ഒരു പഴമല്ല. അത് വളരെ ചെറിയൊരു പഴമായതുകൊണ്ട് തന്നെ നമുക്കത് അത്ര പഴുത്തിട്ടില്ല. ആ ഒരു രീതിക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ ഏറെ നല്ലത്. അപ്പോൾ നമുക്ക് മധുരം കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ ഒട്ടും മധുരം ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കാതെ തന്നെ. ഇത് ഏകദേശം ഇങ്ങനെ ആയി വരുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്കിത് നല്ലപോലെ അലിഞ്ഞ് വരും. ആ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞിട്ട് ഒരൊറ്റക്കട്ടയായി നമുക്ക് കിട്ടും. ഇത് നമ്മൾ കുറച്ച് തിക്കിൽ കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇത് കുറഞ്ഞൊരു മധുരമുള്ള ഈ പഴം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ തന്നെ ചേർത്താലും മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരത്തിലാണ് നമുക്ക് ഉണ്ടാവുക. ഒരു മീഡിയം സൈസ് മതി എന്നുള്ളവർക്ക് 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര കൂടി ഒന്ന് മെൽറ്റ് ആവണം. ഞാൻ ഈ പഞ്ചസാര ഇട്ടതിൻ്റെ ഒപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ഒന്ന് ബാലൻസ് ആയിട്ട് ആ മധുരം ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ മധുരം ഓവറായിട്ട് നമുക്ക് തോന്നും. ഇത് അലിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വെള്ളപ്പരുവത്തിലായി വരും കേട്ടോ. പഞ്ചസാര കൂടി ഇതിൽ അലിഞ്ഞ് വരുമ്പോൾ കുറഞ്ഞൊരു വെള്ളപ്പരുവത്തിലായി വരും നമ്മൾ ഈ ഒരു പഴം. ഇത്രയും ആയാൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറിയൊരു എമൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പഴവും അരിപ്പൊടിയൊക്കെ കൂട്ടിയെടുത്താൽ മതി. ഇത് ഇത്രയായി കഴിഞ്ഞാൽ ആ ചൂടോട് കൂടി തന്നെ ഈ അരിപ്പൊടി നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. കാരണം നമ്മൾ പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ പൊടിയിലും വരും കേട്ടോ. വലിയ പഴമാണെങ്കിൽ നമുക്ക് ഈ ഒരു മുഴുവൻ പൊടി ഇതിലേക്ക് ആവശ്യമായിട്ട് വരും.
ഞാൻ എടുത്തത് വളരെ ചെറിയൊരു പഴമായതുകൊണ്ട് തന്നെ നമുക്കിതിൽ 1/4 ഭാഗത്തോളം അരിപ്പൊടി ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെയാണ് ഇത് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൊടിയിട്ട് സ്പാച്ചില വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തൊടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് ഇളകി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇളം ചൂടിൽ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നല്ല പോലെ കുഴച്ച് നല്ലൊരു മാവാക്കിയിട്ട് എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണം അതേ ഒരു ടൈറ്റിൽ വേണം ഇത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഒട്ടും വെള്ളം ചേർക്കാതെ കുഴച്ചിട്ട് ഇതിൽ നല്ല പോലെ ഈ ഒരു പൊടി യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഇതിൽ നല്ല പോലെ ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഈ പൊടിയും പഴം കൂടിയും നമുക്ക് അറിയാൻ പറ്റൂല, ആ ഒരു രീതിക്ക് അത്രയും നല്ല ഇതായിട്ട് ചേർന്നിട്ടുണ്ട്. ഇത്രയും ആയപ്പോഴാണ് നമ്മൾ 1/2 കപ്പ് പൊടിയെടുത്തിൽ ഏകദേശം അതിലൊരു 1/4 ഭാഗത്തോളം നമുക്ക് ബാക്കിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് 125 ml കപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെയൊക്കെ അരിപ്പൊടി ഈ ഒരു ചെറിയ പഴത്തേക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. ഇനി നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണ്. ഒരു 1/2 ചപ്പാത്തിൻ്റെ മാവ് മാത്രം മതി ഒരു ഉരുളക്ക്. ആ ഒരു രീതിക്കാണ് നമ്മളിത് ഉരുളാക്കിയെടുക്കണം. ഇത് കണ്ടില്ലേ, ചെറിയ ഉരുളായിട്ട് കേട്ടോ. വലിയൊരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു ഉരുളായിട്ടാണ് നമ്മളിത് മാറ്റിയെടുക്കുന്നത്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അടയാളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ബിസ്ക്കറ്റ് പരുവത്തിലൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. കണ്ടോ, ഒരു ഭാഗം ലെവലിൽ കൊടുത്താൽ അതേ ലെവലിൽ കൊടുക്കാതെ അതിൻ്റെ മറുഭാഗം നോക്കിയിട്ട് കൊടുത്താൽ മതി. കണ്ടോ ഇതുപോലെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് വരും. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഒന്നുണ്ടാക്കി നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ് കേട്ടോ. ആരാണെങ്കിലും ഒന്നുണ്ടാക്കി നോക്കേണ്ട വിഭവം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. കാര്യമായിട്ട് അരിപ്പൊടിയും പഴവും തന്നെയാണ് ഇതിലേക്ക് വേണ്ടിയത്. നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ ഒട്ടും പഞ്ചസാരയും ചേർക്കണ്ട. ഇനി ബാക്കിയുള്ള ഉരുളകളൊക്കെ നമ്മളൊന്ന് ആക്കിയെടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇപ്പം നമ്മളിവിടെ മൊത്തം ഉരുളകളും ആക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 ഉരുളയാണ് മൊത്തത്തിൽ നമുക്ക് ഉണ്ടാവുക. ഈ ഒരളവിൽ ചെറിയൊരളവിൽ തന്നെ നമുക്ക് 7 എണ്ണം ഉണ്ടാവും. അപ്പോൾ ചെറിയ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ പഴമൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് ഈ ഒരളവിൽ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക, ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ടൊന്ന് സപ്പോർട്ടാക്കാനും മടിച്ച് നിൽക്കരുത് കേട്ടോ. ഏത് നേരത്തെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ ഒരു പലഹാരമൊക്കെ. ഉണ്ടാക്കി വെച്ചാലും തന്നെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, 7 എണ്ണമാണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പാം ഓയിലാണ് ഇതൊന്ന് പൊരിച്ചെടുക്കണത്. ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു ഐറ്റം ഒട്ടും എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നുമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട. എണ്ണ ചെറിയൊരു ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മളെ സ്നാക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ചൂടായി തിളക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെ എണ്ണ ചൂടായി വരുന്ന ടൈമിൽ തന്നെ നമുക്കിതാ ഇത്രയും ചൂടായാൽ മതി. ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് 3 എണ്ണമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാതും ഒന്ന് എണ്ണയിൽ മുങ്ങാൻ കണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒരുപാട് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്കിത് ഫുള്ളായിട്ടും ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഫസ്റ്റ്
എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഡിസൈനായിട്ട് പോകും. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ടിട്ട് ഒന്നടായി കഴിഞ്ഞാൽ മറിച്ചിടുക. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. അപ്പോഴാണ് ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ആയി കിട്ടുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ആരും ശ്രദ്ധിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഇത് ഏകദേശം ആയിട്ടുണ്ട്. രണ്ട് ഭാഗവും ഇതാ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതാ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുന്നത്. അങ്ങനെ അതാ ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തതും അതുപോലെ തന്നെ ഇനി നമ്മൾ 3 എണ്ണല്ല ഇട്ട് കൊടുക്കണത്. ബാക്കിയുള്ള 4 ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എണ്ണയിൽ നല്ലപോലെ ഒന്ന് മുങ്ങാൻ കണ്ടിട്ട് ഫസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടിക്കോളും. ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്നാക്ക്. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് വേണ്ട, ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുന്നത്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉൾഭാഗം നല്ല ടൈറ്റൊന്നുമല്ല, എന്നാലും നമുക്ക് നല്ലപോലെ വെന്തൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പുറഭാഗം കണ്ടാലും ഒരു ബിസ്ക്കറ്റ് പരുവത്തിലാണ് നമുക്കിത് ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിച്ച് നിൽക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.